മുൻ DGP ജേക്കബ് തോമസ് പ്രതിയായ ഡ്രഡ്ജർ കേസിൽ കേന്ദ്ര സർക്കാരിന് പിഴയിട്ട് സുപ്രീംകോടതി. തെറ്റായ വിവരം കോടതിയെ അറിയിച്ചതിന് 25,000 രൂപ പിഴ ചുമത്തി. കോടതിയെ വിഡ്ഢിയാക്കാമെന്നാണോ കരുതിയതെന്ന് സുപ്രീംകോടതി വിമർശിച്ചു. കേസിൽ ആഭ്യന്തര മന്ത്രാലയമാണ് കോടതിയിൽ തെറ്റായ വിവരം അറിയിച്ചത്. തൗഫീഖ് അസ്ലം ചേരുന്നു. തൗഫീഖ്, എന്താണ് വിഷയത്തിൽ കോടതിയുടെ വിമർശനം? ധന്യായി, ജേക്കബ് തോമസ് പ്രതിയായ ഡ്രഡ്ജർ കേസുമായി ബന്ധപ്പെട്ട് നെതർലാൻഡിലേക്ക് പോകേണ്ട ഉദ്യോഗസ്ഥരുടെ പട്ടിക നൽകാനായിട്ട് കേരളത്തോട് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ഈ കേസ് ഇന്ന് സുപ്രീംകോടതി പരിഗണിച്ചപ്പോൾ ആ പട്ടിക കേരളം തന്നില്ല എന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിക്കുകയായിരുന്നു. എന്നാൽ ആ സമയം കോടതി പറഞ്ഞത് ഈ പട്ടിക നേരത്തെ തന്നെ നൽകിയിരുന്നു എന്നുള്ളൊരു കാര്യമാണ് കോടതി അറിയിച്ചത്. ഈ സമയത്തൊരു സംശയം ആ സമയത്ത് കോടതി മുറിക്കുള്ളിൽ ഉണ്ടായി. അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം ഇതിലൊരു വ്യക്തത വരുത്തിയതിനു ശേഷം കോടതിയെ അറിയിക്കണമെന്ന് കോടതി അറിയിക്കുകയായിരുന്നു. പിന്നീട് ഉച്ചയ്ക്ക് ശേഷം കോടതി ചേർന്നപ്പോൾ പട്ടിക നൽകിയെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതി അറിയിക്കുകയായിരുന്നു. ഈ സമയമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുകൊണ്ട് ഇത്തരമൊരു തീരുമാനം ഉണ്ടായത്. കോടതിയെ വിഡ്ഢിയാക്കാമെന്നാണോ നിങ്ങൾ കരുതുന്നത് എന്നാണ് സുപ്രീം കോടതി ചോദിച്ചത്. തുടർന്നാണ് 25,000 രൂപ സുപ്രീം കോടതി ഇപ്പോൾ പിഴ ചുമത്തിയിരിക്കുന്നത്. ആഭ്യന്തര മന്ത്രാലയം ഈ തുക നൽകണമെന്നാണ് ഇപ്പോൾ കോടതി പറയുന്നത്. ആദ്യം 50,000 രൂപയാണ് പിഴയിട്ടത്. പിന്നീട് അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഇടപെട്ടതിനെ തുടർന്ന് 25,000 രൂപയായത് ചുരുക്കുകയായിരുന്നു. ഈ പിഴ ആരിൽ നിന്ന് ഈടാക്കണം എന്നുള്ളൊരു ചോദ്യം കൂടി വന്നിരുന്നു. ഉദ്യോഗസ്ഥരിൽ നിന്നാണോ ഈടാക്കേണ്ടത് എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു. ആ സമയത്ത് ആഭ്യന്തര മന്ത്രാലയമാണ് ഈ പിഴ നൽകേണ്ടത് എന്ന കാര്യം കൂടി കോടതി അഡീഷണൽ സോളിസിറ്റർ ജനറലെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസിനെ അടുത്ത തവണ പരിഗണിക്കുമ്പോൾ ഇത്തരത്തിൽ വ്യക്തതയില്ലാത്ത കാര്യങ്ങളുമായി കോടതിയിൽ എത്തരുത് എന്നുള്ള നിർദ്ദേശവും കൂടി കോടതി നൽകിയിട്ടുണ്ട്. ശരി, തൗഫീഖ്.